അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ ബിഹേവിയർ. അതായത് നമ്മൾ കസ്റ്റമേഴ്സിനെ കുറിച്ച്, ഓരോ കസ്റ്റമേഴ്സ് ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സിനെ എങ്ങനെയൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻ ക്ലാസ്സിൽ നമ്മൾ പറയുണ്ടായി. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം മനസ്സിലാക്കലാണ്. എന്താണ് കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. കാവ്യശ്രീ മാം ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, കസ്റ്റമേഴ്സ് എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് ഒരു കമ്പനിക്ക് നേരത്തെ തിരിച്ചറിയണം എന്നാണ്, അല്ലേ? അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫോണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ആവശ്യം എന്താണെന്നും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഐഫോണിനെ കുറിച്ച് പറയുമ്പോൾ, ആ ഐഫോണിലൂടെ അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഐഫോണിൻ്റെ ഏത് ഫീച്ചറാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഓണേഴ്സിന്, അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാകും. നമ്മുടെ കസ്റ്റമേഴ്സ് എന്ത് ചിന്തിക്കുന്നു, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവർ ഏത് രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കമ്പനിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ വൈ ഇറ്റ് മാറ്റേഴ്സ് ഇൻ CRM. ഇത് CRMൽ എങ്ങനെയാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കസ്റ്റമറെ കുറിച്ച്, അവരുടെ താല്പര്യങ്ങളെക്കുറിച്ച്, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ അവരുടെ പർച്ചേസിങ് രീതികളെക്കുറിച്ച്, അവരെത്രത്തോളം പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മുൻ ക്ലാസ്സിൽ സൂചിപ്പിച്ച മാതിരി ഗോൾഡ് കസ്റ്റമേഴ്സ് ആണോ, അല്ലെങ്കിൽ സിൽവർ കസ്റ്റമേഴ്സ് ആണോ, അതല്ല സ്ലീപ്പിംഗ് കസ്റ്റമേഴ്സ് ആണോ, അല്ലേ? നമ്മളിങ്ങനെ 3 തരത്തിലായിട്ട് വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് തരത്തിലാണ് അവരുടെ പർച്ചേസിംഗ് ഒക്കെ വരുന്നത്, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടോ, പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, കറക്റ്റ് ആണോ, എത്ര ഒക്കേഷണലി ആണോ അവർ ബൈ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനും സ്റ്റോർ ചെയ്യാനും അതിനനുസരിച്ച് അവരെ ഡീൽ ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ഹെൽപ്പ് നമുക്ക് ഈ ഒരു CRM കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. ഇനി ഒരു കസ്റ്റമറുടെ ലൈഫ് സൈക്കിൾ ഓവർവ്യൂ, അതായത് ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതും അതിനുശേഷം വാങ്ങാൻ തീരുമാനിക്കുന്നതും, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അവയർനെസ്. അവയർനെസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു ആഡോ മറ്റോ കണ്ട് അതിനെക്കുറിച്ച് അറിയുന്ന ഒരു സ്റ്റേജാണ്. അതിനുശേഷം ഇനിയിപ്പോൾ അതല്ല, വേറൊരു ഉദാഹരണം നമുക്ക് പറയാം. ഒരു കസ്റ്റമർ ഒരു ജിമ്മിൻ്റെ ഒരു പരസ്യം കണ്ടു നോക്കാം. ഒരു ഉദാഹരണത്തിന് ഒരു ജിമ്മിൻ്റെ ഒരു പരസ്യം, അല്ലെങ്കിൽ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ കണ്ടു. അപ്പോൾ ജിമ്മിന് പോകണം എന്ന ഒരാഗ്രഹം ആളുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ ജിമ്മിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ആൾക്ക് കിട്ടി. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആളുടെ വീടിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ അവിടെയുള്ള 1-2 ജിമ്മിനെ കുറിച്ച് അയാൾ അന്വേഷിക്കുന്നു. അപ്പോൾ ആ അന്വേഷിക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇങ്ങനെ കമ്പയർ ചെയ്യാണ്. ഏറ്റവും കൂടുതൽ നല്ല സർവീസ്, നല്ല മാസ്റ്റർ ആരാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇതാണ് കൺസിഡറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൾ 2-3 കമ്പനികളെ കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് അയാൾ ഒന്ന് പഠിക്കുകയാണ്. അതിനുശേഷം ആൾക്ക് കൂടുതൽ കൺവിൻസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ കൊള്ളാമെന്ന് തോന്നിയ ഒരു കമ്പനിയെ, അല്ലെങ്കിൽ ഒരു ജിമ്മിൽ അയാൾ ജോയിൻ ചെയ്യും, അല്ലേ? ആ ജോയിൻ ചെയ്യുന്ന പ്രൊസീജിയറാണ് പർച്ചേസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, അല്ലേ? ഇതിപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങാൻ തീരുമാനിച്ചു, ആ ഫോണിനെ കുറിച്ചിട്ടുള്ള, ഇപ്പോൾ റിയൽമീൻ്റെ ഒരു പരസ്യം നമ്മളിലേക്ക് എത്തി, അത് നമ്മുടെ അവയർനെസ് സ്റ്റേജാണ്. പിന്നെ റിയൽമീൻ്റെ തന്നെ 2-3, അതല്ലെങ്കിൽ റിയൽമീൻ്റെയും സാംസങ്ങിൻ്റെയൊക്കെ 2 കമ്പനികളെ നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിക്കുന്നു. ആ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്ത് നോക്കുന്നത്, അല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മളിപ്പോൾ ഒരു ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഇപ്പോൾ റിയൽമി ആണെങ്കിലും, അല്ലെങ്കിൽ ഏതൊരു ഫോണാണെങ്കിലും, അതല്ല ഏതൊരു വസ്തുവാണെങ്കിൽ പോലും, നമ്മൾ ജസ്റ്റ് ഒന്ന് മീഷോയിൽ നോക്കും, ഫ്ലിപ്കാർട്ടിൽ നോക്കും, ആമസോണിൽ നോക്കും, എവിടെയാണ്, അല്ലേ? ഇത്തരത്തിലുള്ള ഒരു പരിഗണനാ സ്റ്റേജ്, അതാണ് ഈ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് കൊണ്ട്, ഒരു കമ്പയറിങ് സ്റ്റേജ്, അതാണ് ആ കൺസിഡറേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെയാണ് പർച്ചേസ് വരുന്നത്, അല്ലേ? പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അതിനുശേഷം റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ നിന്ന് തന്നെ നമ്മൾ അവിടെ കസ്റ്റമറായിട്ട്, ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരു കസ്റ്റമർ ഒരു സാധനം പർച്ചേസ് ചെയ്തു, ആ കസ്റ്റമർ വീണ്ടും അതുപോലുള്ള ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് നമ്മളെ തന്നെ സമീപിക്കുന്ന ഒരു സാഹചര്യം എന്തുണ്ടാക്കണം, നമ്മൾ ഉണ്ടാക്കണം. അത് നമ്മളുടെ ഇടപെടലുകളിലൂടെ, നമ്മുടെ CRM കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റുകളിലൂടെ മാത്രമേ കഴിയുള്ളൂ, അല്ലേ? അവരെ വാല്യൂ ചെയ്യിപ്പിക്കുന്നതായിട്ട്, അവർക്ക് മതിയായ പരിഗണന നമ്മൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ തോന്നിപ്പിക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ കഴിയുക, അത്തരത്തിലുള്ളൊരു റിട്ടൻഷൻ പോസിബിൾ ആവുള്ളൂ. അവർ വീണ്ടും നമ്മുടെ കസ്റ്റമറായിട്ട് എന്നും എന്നും നമ്മുടെ കസ്റ്റമറായിട്ട് ഇരിക്കുള്ളൂ എന്നർത്ഥം. ആ ഒരു രീതിയിലാണ് ലോയൽറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുക. അങ്ങനെയാണ് നമുക്കൊരു ഒരു ബ്രാൻഡ് എന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓക്കെ, നബീല സവാദ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ കസ്റ്റമർ ലൈഫ് സൈക്കിളിൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കസ്റ്റമർ ലൈഫ് സൈക്കിളിൽ വരുന്ന ടച്ച് പോയിന്റ്സ് വളരെ എന്താ പറയുക, വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ചില ഏരിയകളാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിനെ ഒന്നുകൂടെ വിശദീകരിച്ച് അതിൻ്റെ ഉദാഹരണ സഹിതം ഞാനിവിടെ വ്യക്തമാക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവയർനെസ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആഡ്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയ, അതല്ലെങ്കിൽ ഇപ്പോൾ വല്ല ഇൻഫ്ലുവൻസേഴ്സോ മറ്റൊക്കെ വീഡിയോ ചെയ്തത്, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ വരികയാണ്, അല്ലേ? ആ ധാരണ വരുന്നു. അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കൺസിഡറേഷനാണ്. നമ്മൾ ഇങ്ങനെ ഒരു പരസ്യം കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടു, അപ്പോൾ നമുക്ക് ഓക്കെ, നമ്മൾ ഓക്കെ നമുക്കൊന്ന് നോക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് പഠിക്കുകയാണ്. അതിൻ്റെ വെബ്സൈറ്റിൽ കയറുന്നു, അതിൻ്റെ റിവ്യൂസുകൾ നോക്കുന്നു, അത് ഓരോ ആളുകൾ അനുഭവം പറയുന്നത്, പിന്നെ യൂട്യൂബിൽ അതിൻ്റെ റിവ്യൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു സ്റ്റേജാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പർച്ചേസ് സ്റ്റേജാണ്, അല്ലേ? നമ്മൾ ഈ പറഞ്ഞ കാര്യം ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റോറുകളിലോ വഴി നമ്മൾ പോയിട്ട് അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്, അല്ലേ? പിന്നീട് റിട്ടൻഷൻ, കസ്റ്റമർ സർവീസ്, അല്ലേ? അതായത് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റമർ സർവീസ്, ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഇപ്പോൾ നമ്മളാണെങ്കിൽ നമുക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇമെയിൽ കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ആ ഒരു റിട്ടൻഷൻ സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീഡ്ബാക്ക് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലേ, നമുക്ക് നല്ല ഒരു സ്വീകാര്യത, അതായത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വി പർച്ചേസ് എക്സ്പീരിയൻസസ്, അല്ലേ? നല്ല അനുഭവങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ, നല്ല പ്രോഡക്റ്റുകളും നല്ല അനുഭവങ്ങളും നമുക്കൊരു കമ്പനിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നല്ല ഫീഡ്ബാക്ക് അവിടെ കൊടുക്കുമെന്ന് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് നല്ല റെഫർ ചെയ്യും, അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു ഡെവലപ്മെൻറ്റ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റുമായിട്ട് എൻഗേജ് ആവുന്ന ആ ഒരു ലൈഫ് സൈക്കിളിലെ മനസ്സിലാകുന്നുണ്ടാവും എന്ന് കരുതുന്നു. ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നത് മുതൽ ആ കസ്റ്റമർ ആ സാധനം വാങ്ങുകയും അതിനുശേഷം വീണ്ടും അത് മറ്റൊരാൾക്ക് റെഫർ ചെയ്യുകയും, അപ്പോൾ ഈ ഒരു സൈക്കിള്, അല്ലേ, ഈ ഒരു സൈക്കിളിലെ വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഏരിയകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഒരു പ്രൊഡക്റ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യവുമായിട്ട് ഒരു കമ്പനിയെ ഒരു കസ്റ്റമർ സമീപിക്കുന്ന സമയത്ത് ആ കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അല്ലേ, നമുക്കൊക്കെ അറിയുന്ന, വളരെ സുപ്രധാനമായി നമുക്കൊക്കെ നമ്മളൊക്കെ അറിയുന്ന, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഈ ഒരു PDF നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഒന്നുകൂടെ നോട്ട് ഒക്കെ ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സ്പീഡ്, അല്ലേ, ഫാസ്റ്റ് സർവീസ് ആൻഡ് ഡെലിവറി, അല്ലേ? കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫാസ്റ്റ് സർവീസാണ്. ഇപ്പോൾ ഞാൻ 8:30ക്കായിരുന്നു ഞാൻ എൻ്റെ ഈ ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എത്താൻ കുറച്ച് ലേറ്റായി, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഒരിക്കലും തന്നെ ഇപ്പോൾ എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് എത്തിച്ചതല്ല. മറിച്ച് അവർ കൃത്യമായിട്ട്
എന്നോട് പറഞ്ഞു, സാറേ 2-3 ഓർഡർ ഉണ്ട്, കുറച്ച് ലേറ്റ് ആവട്ടോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനത് പ്രതീക്ഷിച്ചു. അപ്പോൾ അവർ ആ പറഞ്ഞ സമയത്ത് തന്നെ ഏകദേശം 9, 9:15 ആകുമ്പോഴേക്ക് അവർ ആ പ്രോഡക്റ്റ് ഫുഡ് എനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്പീഡ് എല്ലാ കസ്റ്റമറും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ കൺവീനിയൻസ് അല്ലേ, ഒരു സൗകര്യം. ഇപ്പോൾ എന്തൊരു സംഗതിയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്‌ലൈനായിട്ടാണെങ്കിലും നമ്മൾ എക്സ്ട്രാ നമുക്ക് ഇത്തിരി കൺവീനിയൻസ് നമുക്ക് ഫീൽ ചെയ്യണം എന്നുള്ളത് ഏതൊരു കസ്റ്റമറും, അതായത് സൗകര്യം അല്ലേ. ഇപ്പോൾ നമുക്ക് ഫിസിക്കൽ സ്റ്റോറുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഓൺലൈൻ സ്റ്റോറിൽ ടോട്ടലി കൺവീനിയൻസ് ആണ്. കാരണം എന്താ, നമ്മളിപ്പോൾ ഓൺലൈനിൽ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, സാധനം കണ്ട് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കി, ഓ സാധനം കുഴപ്പമില്ല, എന്താണ് ഒരു, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മൊബൈൽ, അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഒരു വസ്ത്രം, ആ വസ്ത്രത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ നോക്കി നമ്മളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സാധനം വീട്ടിലേക്ക് എത്തും. അപ്പോൾ അത് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഇനിയിപ്പോൾ ഫിസിക്കൽ സ്റ്റോറുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, തീർച്ചയായിട്ടും നമ്മളവിടെ പോയി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി, ആ വാങ്ങിയ സമയത്ത് ആ സാധനങ്ങൾ കൃത്യമായിട്ട് ഒന്ന് എടുത്തു വെക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൗകര്യം, അതല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഒന്ന് ട്രോളിയിൽ നമുക്ക് നമ്മുടെ കാറ് വരെ നമുക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സൗകര്യം ഉണ്ടെങ്കിൽ, അതൊക്കെ ഏതൊരു കസ്റ്റമറും ഏതൊരു സംരംഭത്തിൽ നിന്നും അല്ലെങ്കിൽ ഏതൊരു ഫേമിൽ നിന്നും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. പിന്നെ അതുപോലെ തന്നെ പേഴ്സണലൈസേഷൻ, അതായത് ടൈലേർഡ് റെക്കമെൻഡേഷൻസ്. ഇത് നമുക്ക് ഒന്നുകൂടെ സിമ്പിളായിട്ട് എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ, റെക്കമെൻഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ഉദാഹരണം, ഇപ്പം ഞാനൊരു ബോയ് ആണ്. ഞാൻ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഇങ്ങനെ വരിക, ലിപ്സ്റ്റിക്കിൻ്റെ, ഐലൈനറിൻ്റെ ഒക്കെ റെക്കമെൻഡേഷൻസ് ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലേ, അത് എനിക്കൊരിക്കലും ഇഷ്ടമുണ്ടാവില്ല. മറിച്ച് എനിക്കിഷ്ടപ്പെട്ട ഇപ്പോൾ നൈക്കിൻ്റെ ഷൂ അല്ലെങ്കിൽ അഡിഡാസിൻ്റെ ഷൂ ആവണമെങ്കിൽ ബെൽറ്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ എനിക്കനുസരിച്ചിട്ടുള്ള എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, എന്താ നിങ്ങളിപ്പോൾ ഒരു ഐലൈനർ ഓൺലൈനിൽ ഓർഡർ ചെയ്തു നോക്കാം, അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ വേറൊരു പരസ്യം വരും, എന്ത്, ഈ ഐലൈനർ വാങ്ങിയ ആളുകളൊക്കെ കൂടെ ഇതും കൂടെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഇതും കൂടെ അവിടെ വരും അല്ലേ, ഒരു പരസ്യം കൂടെ വരും. അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ ഓരോ ആളുകൾക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഓരോ കസ്റ്റമേഴ്സും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൺസിസ്റ്റൻസി. എല്ലായിടത്തും എല്ലാ ഒരേപോലുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. ഇപ്പോൾ നമ്മുടെ ഒരു ചിക്കീസ് അല്ലേ, ചിക്കീസ് അല്ലെങ്കിൽ ചിക്കിങ്, അതല്ലെങ്കിൽ കെയർ ബേക്സോ, അതല്ലെങ്കിൽ ഒരു 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 ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് പറ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ഹോട്ടലിൻ്റെ ബ്രാൻഡ് പറ, നെഹദി കുഴിമന്തി അല്ലേ, അറിയില്ലേ നെഹദി. ഈ നെഹദിയുടെ ഒരു ഷോപ്പ്, ഒരു ഔട്ട്ലെറ്റിൽ പോയിട്ട് അവർ കഴിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ടേസ്റ്റ്, ആ ആളുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിൻ്റെ ആ ഒരു പെരുമാറ്റം, ഇത് അവർ ഏതൊരു ബ്രാഞ്ചിലും ഏതൊരിടങ്ങളിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു രീതി നമ്മൾ ഉണ്ടാവണം എന്നർത്ഥം. പിന്നെ അതുപോലെ അത് എല്ലാവരും അല്ലേ, അത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ. അവരുടെ ആ ഒരു ബ്രാൻഡ് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ബ്രാൻഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അവരെല്ലാ ബ്രാൻഡിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളും അവർ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ട്രാൻസ്പെറൻസി, അതായത് ഒരു സുതാര്യത എന്ന് പറയും മലയാളത്തിൽ. വളരെ ക്ലിയർ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ, അതായത് നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാഫുമായിട്ട്, അതല്ലെങ്കിൽ റിസപ്ഷനിലുള്ള ആളോ ആര് തന്നെ ആവട്ടെ, ഏതൊരു ബിസിനസ്സിൻ്റെ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, മാർക്കറ്റിംഗ് മുതൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിരിക്കണം. ഒരു എന്താ പറയുക, ഡബിൾ മീനിങ്ങോ അല്ലെങ്കിൽ ഒരു വളഞ്ഞ് ഇട്ടൊക്കെ വിഷയങ്ങൾ പറയുന്ന രീതിയിൽ സംസാരിക്കുക, അതൊന്നും ആരും ഇഷ്ടപ്പെടില്ല, ഒരു കസ്റ്റമർ ഇഷ്ടപ്പെടില്ല. പിന്നെ അതുപോലെ തന്നെ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക, അതൊക്കെ കസ്റ്റമേഴ്സിന് വളരെ ഇഷ്ടമായിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, കസ്റ്റമറുടെ തൃപ്തി അല്ലേ. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഓർ എക്സീഡിങ് എക്സ്പെക്റ്റേഷൻസ്. കസ്റ്റമർ ആഗ്രഹിച്ച ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് അതല്ലെങ്കിൽ ആ ആഗ്രഹത്തെക്കാൾ അനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ആൾക്ക് ഇവിടെ കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വരികയാണ്. ആ ഡ്രസ്സ് എടുക്കാൻ വരുന്ന സമയത്ത് ഒരു ഷോപ്പിൽ നിന്ന് ആളുടെ മനസ്സിൽ ഒരു ഡ്രസ്സ് ഓൾറെഡി ഉണ്ടാവും, അല്ലെങ്കിൽ വല്ല സിനിമയിലോ വല്ല സന്ദർഭങ്ങളിലോ ആൾ കണ്ട് ആളുടെ മനസ്സിലുള്ള ഒരു ചിത്രം, ആൾ ആ ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് നിൽക്കുന്ന ഒരു ചിത്രം അയാളുടെ മനസ്സിലുണ്ടാവും. ഈ ഈ ഒരു ചിന്തയുമായിട്ട് അയാൾ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഷോപ്പിൽ നിന്ന് അയാൾക്ക് അതുപോലെ തന്നെയുള്ള ഒരു ഡ്രസ്സ് കിട്ടിയാൽ അയാൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് അയാൾ ആഗ്രഹിച്ചതുപോലെ എന്നുള്ളതിലപ്പുറത്ത് അതിനേക്കാൾ സൂപ്പർ ആയിട്ടുള്ളൊരു സാധനം കിട്ടിയാൽ ആൾക്ക് അതിനേക്കാൾ സന്തോഷമായിരിക്കും അല്ലേ. അതാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ആൾ ഹാപ്പിയാവും, ആൾ ലോയൽ കസ്റ്റമറായി മാറും. ആളെന്ത് ചെയ്യും അല്ലേ, വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട്, നല്ല അടിപൊളി സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മാത്രമല്ല, വീണ്ടും വീണ്ടും വരുമെന്ന് മാത്രമല്ല, വീണ്ടും പർച്ചേസ് ചെയ്യുന്നു മാത്രമല്ല, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും, അവർ അവർക്ക് റെഫർ ചെയ്യും. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മാതൃക നമുക്ക് ഈ അടുത്ത ഒരു പരസ്യത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ അൺമ്യൂട്ട് ചെയ്തിട്ട്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു പരസ്യത്തിൽ ഈ അടുത്ത് കുറച്ച് ഹിറ്റായിട്ടുള്ളൊരു പരസ്യമാണ്. എനിക്ക് റിയ റെക്കമെൻഡ് ചെയ്തു, ചന്ദ്രിക സോപ്പ് കേട്ടിട്ടില്ലേ? നമ്മുടെ ചന്ദ്രികൻ്റെ പരസ്യത്തിൽ ടി വി ഒന്നും കാണാറില്ല അല്ല, സിനിമ അല്ല, ടി വി വാച്ച് ചെയ്യാറില്ല, പത്രമോ അല്ല, ന്യൂസും കാര്യങ്ങളൊന്നും കാണാറില്ല ആരും. ഓക്കെ, അതിലിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് റിയ ആണ്. കണ്ടിട്ടുണ്ട്. അതെ അതെ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ്. കാരണം കസ്റ്റമറുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മീറ്റ് ചെയ്തത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുന്നു. അതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കമ്പനിയുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, അത് അളക്കുക എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ഓരോ കമ്പനിയും രേഖപ്പെടുത്തും. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, അത് അത് അളക്കും. അത് കൃത്യമായിട്ട് എന്തൊക്കെയാണ് അവർക്ക് തൃപ്തിയല്ലേ എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ മെഷർ ചെയ്യും എന്നുള്ളതാണ്. ആ മെഷർമെൻ്റ് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മെഷർമെൻ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സി സി സാറ്റ് എന്ന് പറയും. അതായത് ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്കൊരു കോൾ വരാറുണ്ടാവും അല്ലേ. ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ കാറ് മാരുതിയിൽ നമ്മൾ സർവീസ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു കോൾ വരും. സാറേ നിങ്ങൾ തൃപ്തിയല്ലേ, നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിത് മറ്റുള്ള ആൾക്ക് എന്ത് ചെയ്യൂലേ, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യൂലേ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്തോ, എല്ലാ കാര്യങ്ങളും ചോദിക്കും കേട്ടോ. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നമുക്ക് സമയമുണ്ടോയെന്ന് ആദ്യം ചോദിക്കും, എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് ഓരോ നമ്മുടെ കഴിഞ്ഞ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് നമ്മളിതിൻ്റെ സർവീസിന് അവിടെ അവരുടെ ഷോറൂമിൽ, മാരുതിൻ്റെ ഇൻഡസിൻ്റെ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്തത് മുതൽ അവർ നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിരുന്നോ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്നോ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത സമയത്ത് വെള്ളം തന്നിരുന്നോ, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ട് അവരെന്ത് ചെയ്യും, അവർ ഫീഡ്ബാക്ക് എടുക്കും. അപ്പോൾ ഈ ഒരു ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അർത്ഥം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു കേസ് സ്റ്റഡി പോലെ നമുക്കൊന്നും കൂടെ മനസ്സിലാക്കാം. ആമസോണിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം അല്ലേ. ആമസോണിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, ഒരു ഫോൺ പർച്ചേസ് ചെയ്തു, അതല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു. ആ പർച്ചേസിന് എന്തെങ്കിലും പ്രശ്നം നമുക്ക് തോന്നിയാൽ, എന്തെങ്കിലും ഒരു പോരായ്മ, ഒരു കുറവ്, അല്ലെങ്കിൽ ഒരു
ഡിഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റും, തിരിച്ചു കൊടുക്കാൻ പറ്റും. മാത്രമല്ല അത് ഫാസ്റ്റ് ഷിപ്പിംഗ് ആയിരിക്കും, നമ്മളിൽ നിന്ന് പെട്ടെന്ന് നമ്മളിൽ നിന്ന് അത് വേഗം കൊണ്ടുപോവുകയും ചെയ്യും. മാത്രമല്ല അവർ വേഗം എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യും. ഒരിക്കലും അതിലൊന്നും ആമസോൺ തീരെ ഡിലേ ആക്കാറില്ല. പൊതുവെ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ റീഫണ്ട് ചെയ്യും. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഫാസ്റ്റായിട്ട് അവർ നമ്മളിൽ നിന്ന് എടുക്കുകയും ചെയ്യും. മാത്രമല്ല സ്മാർട്ട് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ്, ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രോഡക്റ്റുകൾ, എന്നാൽ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ള രീതിയിലുള്ള നല്ല റെക്കമെൻഡേഷൻസ് നമുക്ക് ആമസോൺ തരുകയും ചെയ്യും. ഇതുകൊണ്ട് എന്തുണ്ടാവുക, ഇതുകൊണ്ടൊക്കെ അല്ലേ, കസ്റ്റമറെ പരിഗണിച്ചു എന്നുള്ള ഒരു കാരണത്താൽ തന്നെ നമുക്ക് ഇന്ന് ആമസോൺ അത്രയും പ്രിയപ്പെട്ടതാണ്. കാരണം പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അതിൻ്റെ റിസൾട്ടായിട്ട് ആമസോണിന് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കസ്റ്റമറെ എങ്ങനെയാണോ അവരുടെ പരാതികളെ അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്കിനെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ സാറ്റിസ്ഫാക്ഷനെ നമ്മൾ എങ്ങനെയാണോ അളക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ തൃപ്തി അല്ലേ, അവരുടെ തൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അതിനനുസരിച്ച് സർവീസ് കൊടുക്കാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അത്രത്തോളം സ്വീകാര്യത കൂടുന്നർത്ഥം. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് വേറൊരു ഉദാഹരണം പറയാം. കസ്റ്റമർ ജേണി മാപ്പ്. നൈക്ക് ഇപ്പോൾ ഒരു നൈക്ക് ഷൂ എന്ന് പറയുന്ന അല്ലേ, നമുക്കറിയാലോ നൈക്ക്. അപ്പോൾ ഈ ഒരു നൈക്കിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരാൾ ഇപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആളുടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആളെങ്ങനെയാണ് അത് പർച്ചേസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് നൈക്ക് എന്ന കമ്പനി അതെങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത്. അതായത് ഈ നൈക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ ഒരു പരസ്യം നമ്മൾ കാണുന്നു, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ സാധനങ്ങൾ വാങ്ങുകയാണ് അല്ലേ. അങ്ങനെ വാങ്ങി ആൾക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യുന്നു, അത് അത് ഫോട്ടോ എടുക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അത് കൃത്യമായിട്ട് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നുകൂടെ വിശാലമായിട്ട് നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് ഒരു ആഡ് കാണുകയാണ്, അല്ലേ, ഇൻസ്റ്റഗ്രാമിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അവയർനെസ് ആൾക്ക് കിട്ടുകയാണ്. പിന്നെ അതിൻ്റെ വെബ്സൈറ്റിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പുകൾ അല്ലേ, അതായത് സാധനം എത്തിയോ, ഇപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിൽ സാധനം എത്തിയോ, അത്തരത്തിലുള്ള ഫോളോ അപ്പുകൾ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്, അതുകൊണ്ട് നൈക്ക് നമുക്ക് തരുന്ന നിങ്ങൾക്ക് കുറച്ച് ഓഫർ തരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നൈക്ക് കൊടുക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഗതി അവിടെ സംഭവിക്കുന്ന സമയത്ത് ലോയൽറ്റി എങ്ങനെയായിരിക്കും അവർക്ക് കിട്ടുക? അതായത് ഇങ്ങനെയൊക്കെ ചെയ്താൽ, അപ്പോൾ ഞാനൊരു ഷൂ വാങ്ങി, ഞാൻ ഈ ഷൂ ഈ പറഞ്ഞ മാതിരി ഓൺലൈനിലായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാനത് എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും. എങ്ങനെ, നൈക്കിൻ്റെ ഇത് ഒന്നും ചിലപ്പോൾ നൈക്കിൻ്റെ കമ്പനീനെ മെൻഷൻ ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ഷൂ ന്യൂ ചപ്പലിനോ അല്ലെങ്കിൽ ന്യൂ ഷൂസിനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നൈക്ക് ബ്രാൻഡ് ചെയ്യപ്പെട്ടു. മനസ്സിലായോ? അതാണ് അവിടെ നടന്നത്. നൈക്ക് അവിടെ ബ്രാൻഡ് ചെയ്യപ്പെട്ടു. നൈക്ക് നമ്മളെ ബ്രാൻഡ് അംബാസിഡർ ആക്കി എന്ന് പറയാം. ഒന്നുകൂടെ സിമ്പിളായിട്ട് നമ്മളെ നൈക്ക് ബ്രാൻഡ് അംബാസിഡർ ആക്കി. അപ്പോൾ എൻ്റെ തൃപ്തിയാണ് നൈക്ക് എനിക്ക് തന്ന പ്രോഡക്റ്റിൽ അപ്പുറത്ത് എനിക്ക് ആ പ്രോഡക്റ്റ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച സമയം മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ പരസ്യം ഞാൻ കണ്ടത് മുതൽ, വാങ്ങാൻ ഉദ്ദേശിച്ചത് മുതൽ നൈക്ക് എന്നോട് ഇടപെട്ട രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യാണ്, സ്വാഭാവികമായിട്ടും ഞാൻ അതിൻ്റെ എന്തെങ്കിലും ഒരു സംഗതി ഞാൻ പരസ്യമായിട്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഞാൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായി മാറി, ഞാൻ അല്ലേ ഇതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി. എന്താ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ, കല്യാൺ സിൽക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ആര്, പൃഥ്വിരാജ് അല്ലേ. ഈ പൃഥ്വിരാജ് എന്താ പറയുന്നത്, എല്ലാവരും പോയിട്ട് കല്യാൺ സിൽക്സ് പോയിട്ട് സാരി വാങ്ങും എന്ന് തന്നെയാണ് പൃഥ്വിരാജും പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ അല്ലേ ഈ നൈക്കിൻ്റെ ഒരു ഷൂ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കല്യാൺ സിൽക്സ് എന്ത് ചെയ്യുന്നു, കല്യാൺ സിൽക്സിൻ്റെ ഓണർ പൃഥ്വിരാജിന് ഇങ്ങനെ ഒരു അംബാസിഡർ ആവാൻ വേണ്ടി ക്യാഷ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു അംബാസഡർ ആയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ക്യാഷ് ഒന്നും തരുന്നില്ല. കാരണം പകരം എനിക്ക് എന്താ തന്നത്, എനിക്ക് അവർ തന്നത് നല്ല പർച്ചേസിങ് എക്സ്പീരിയൻസാണ് തന്നത്.
ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് നല്ല അനുഭവം തന്നു, എനിക്ക് നല്ല കസ്റ്റമർ CRM തന്നു. ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് എന്നെ അവർ നന്നായി പരിഗണിച്ചു. അതുകൊണ്ട് ഞാൻ അവരുടെ കൈൻഡ് ഓഫ് ഒരു ഒരു ബ്രാൻഡ് അംബാസിഡറായി മാറി എന്ന് പറയാം. മറ്റുള്ളവരോട് പറയുന്നതും തന്നെയല്ലേ, എടാ നല്ല ഷൂ ആണ് വേണമെങ്കിൽ വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അതും ഒരു ബ്രാൻഡിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അവസാനമായിട്ട് നമ്മൾ പറയാനുള്ളത് എവ്രി ടച്ച് പോയിന്റ് മാറ്റേഴ്സ്. ഓരോ ഓരോ ടച്ച് പോയിന്റുകളും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരസ്യത്തിൽ ആ പരസ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആ പരസ്യത്തിലൂടെ ഒരു കസ്റ്റമർ അറിയുന്നത് മുതൽ പർച്ചേസ് ചെയ്ത് മറ്റൊരാളോട് റെഫർ ചെയ്യുന്നത് വരെ ഉള്ള ഓരോ ടച്ച് പോയിന്റുകളും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ബിക്കം ലോയൽ. തൃപ്തിയുള്ള കസ്റ്റമേഴ്സ് അവർ ലോയൽ ലോയലായിത്തീരുന്നു, അതായത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും നമുക്ക് ഉപകാരമുള്ള കസ്റ്റമേഴ്സും ആയിത്തീരുന്നു. അതുപോലെ തന്നെ റിറ്റൻഷൻ ഈസ് ചീപ്പർ ദാൻ അക്വിസിഷൻ. പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതിനേക്കാളേറെ ചീപ്പർ ആയിട്ടുള്ളത്, അതായത് ചിലവ് കുറഞ്ഞ പരിപാടിയാണ് പഴയ കസ്റ്റമേഴ്സിനെ നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അല്ലേ, നമുക്കറിയാം ഇപ്പോൾ നമ്മളിത് ഓൾറെഡി ഒരു കസ്റ്റമർ വന്നു, ഒരു ഷൂവിൻ്റെ കസ്റ്റമർ വന്നു. ആ ഷൂവിൻ്റെ കസ്റ്റമർ അല്ലേ, ഷൂവിൻ്റെ എന്നല്ല എന്തൊരു സാധനമാണെങ്കിലും ആ കസ്റ്റമറെ അതുപോലെയുള്ള പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുന്നത് ഒരുപക്ഷെ മാർക്കറ്റിങ്ങിനും മറ്റൊക്കെ ആയിട്ട് നമുക്ക് നല്ല ചിലവുള്ള പരിപാടിയായിരിക്കും. പക്ഷേ ഇവിടെ ഈ കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ, ഈ കസ്റ്റമേഴ്സിനെ കൊണ്ട് വീണ്ടും 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 വാങ്ങിപ്പിക്കാൻ നമുക്ക് ക്യാഷിൻ്റെ ചിലവില്ല. മറിച്ച് ഈ കസ്റ്റമേഴ്സിന് നന്നായിട്ട് നല്ല രീതിയിൽ ഈ ഒരു കസ്റ്റമറോട് പെരുമാറിയാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ വീണ്ടും വീണ്ടും വാങ്ങിക്കും, അയാൾ വേറുള്ളവരോട് പറയും, ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകും. അതാണ് പറഞ്ഞത് റിറ്റൻഷൻ ഈസ് ചീപ്പർ ദാൻ ആക്വിസിഷൻ. ഇനി അടുത്തത് ഗുഡ് CRM ഈക്വൽ ടു ലോങ് ടേം ബിസിനസ് സക്സസ്. കുറഞ്ഞ കാലത്തെ ബിസിനസ് സക്സസ് അല്ല CRM നമുക്ക് ഓഫർ ചെയ്യുന്നത്. CRM ഓഫർ ചെയ്യുന്നത് കൂടുതൽ കാലത്തെ, നീണ്ട കാലത്തെ ബിസിനസ് വളർച്ചയാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും സംസാരിച്ചിട്ടുള്ള കാര്യം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ് പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും?